ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ മൊത്തം എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുക? 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യത്തെ 15 മിനിറ്റ് എന്താണ്? സമാശ്വാസമാണ്. അതിൽ മുഴുവൻ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. ഇനി ചോദ്യപേപ്പറിൽ കൂടുതലായിട്ടും ABC എന്നീ സെക്ഷനുകളായിട്ടാണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. അതിൽ പറഞ്ഞിരിക്കുന്ന എത്ര എണ്ണമാണോ ഉള്ളത് അത് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം നിങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ചിലത് ചോയ്സ് ഉണ്ടായിരിക്കും. ആ ചോയ്സ് ഉള്ളതിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. കെമിസ്ട്രിയിലെ കെമിസ്ട്രിയിൽ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. കുറച്ച് എലമെന്റ് മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും സിമ്പിൾസും തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നും മാച്ചായത് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയത്തിൻ്റെ സിമ്പിൾ എന്താണ്? Na. അപ്പോൾ ഞാനിവിടെ ആൻസറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സോഡിയം Na, മലയാളം മീഡിയം ഞാൻ ഒപ്പം എഴുതാം. സോഡിയം Na. ഇനി കാൽസ്യം മലയാളം മീഡിയം താഴെ എഴുതാം. കാൽസ്യം Ca. മൂന്നാമത്തെ ഏതാണ്? പൊട്ടാസ്യത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവും. പൊട്ടാസ്യം ഏതാണ്? K. മൂന്നാമത്തത് പൊട്ടാസ്യം അല്ലെങ്കിൽ ഇവിടെ സ്പെല്ലിങ് എഴുതുന്നുണ്ട്. പൊട്ടാസ്യം K. നാലാമത്തത് കോപ്പർ Cu. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു സോഡിയത്തിൻ്റെ സിമ്പിൾ Na, കാൽസ്യം Ca, പൊട്ടാസ്യം K, ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ഇനി കോപ്പർ Cu. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറഞ്ഞാൽ, തുറന്നു വെച്ച സിൽവർ ക്ലോറൈഡ് കറുത്തു പോകുന്നത് പ്രകാശ രാസപ്രവർത്തനമാണ്. ബ്ലാക്കനിങ് ഓഫ് സിൽവർ നൈട്രേറ്റ് കെപ്റ്റ് ഇൻ ഓപ്പൺ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2, ഈ പ്രവർത്തനം പ്രകാശോർജം ആഗിരണം ചെയ്യുന്നു. ലൈറ്റ് എനർജി അബ്സോർബ് ദിസ് റിയാക്ഷൻ. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ തെറ്റാണോ എന്ന് പറയുകയാണ് വേണ്ടത്. ഇവിടെ എന്താണ്? തുറന്നു വെച്ച പ്രകാശത്തിൽ ഒരു സിൽവർ ക്ലോറൈഡ് വെച്ചപ്പോൾ അത് എന്തായി? കറുത്തു പോയി. ആ കറുത്തു പോകാനുള്ള കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈറ്റ് എനർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ട്രൂ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. കാരണം ബേരിയം ക്ലോറൈഡ് സിൽവർ ക്ലോറൈഡ് തുറന്നു വെച്ചപ്പോൾ എന്തായി? കറുത്തു പോയി. പ്രകാശത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവും? പ്രകാശവുമായിട്ട് രാസപ്രവർത്തനം നടന്നിട്ടാണ് അവിടെ എന്തായത്? കറുപ്പ് കളറായിട്ട് മാറിയത്. അപ്പോൾ കറുപ്പ് കളറാവാൻ വേണ്ടി ഏത് എനർജി അബ്സോർബ് ചെയ്തു? ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തു. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്? ശരിയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, കാർബൺ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്. ഈ രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക. വാട്ട് ആർ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരാണ് റിയാക്ടന്റ്. ആ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന
പ്രൊഡക്റ്റ്, അതാണ് ഉൽപ്പന്നം. അപ്പോൾ കാർബണും ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ ആരൊക്കെ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ്? കാർബണും ഓക്സിജനും. അപ്പോൾ ആൻസറിൽ റിയാക്ടൻ്റ്, അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജൻ, കാർബൺ ഓക്സിജൻ രണ്ടും മിക്സാക്കി എഴുതി. കാർബണും അതുപോലെ തന്നെ ഓക്സിജൻ. ഇനി ഇതിൽ ഒരു ചോദ്യങ്ങൾ കൂടി എന്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ വായിക്കാം. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. അതായത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. കാർബണിൻ്റെ പ്രതീകം എന്താണ്? സി. ആൻസർ ആണ് പറയണത് സി പ്ലസ്. ഓക്സിജൻ എന്താണ്? O2. C+O2 ഗീവ്സ് CO2. കാർബണും ഓക്സിജൻ തമ്മിൽ കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: രാസപ്രവർത്തനത്തിൽ വിവിധ ഊർജ രൂപങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. എ ചോദ്യം: താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം എഴുതുക. ബി രാസപ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്ത്? ഇനി ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. ഡിഫറെൻറ്റ് form of energy are absorbed or liberated in chemical reaction. A. Write the chemical reaction in which heat release. What is the general name of this reaction? അതായത് താപം പുറത്ത് വിടുന്ന, അതായത് രാസപ്രവർത്തനം നടക്കുമ്പോൾ ഊർജങ്ങൾ പുറത്ത് വിടും ചെയ്യും, അതുപോലെ തന്നെ ആഗിരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആഗിരണം ചെയ്തതിന് ഒരു എക്സാമ്പിള്, ആഗിരണം ചെയ്യുകയോ പുറത്തു വിടുകയോ ചെയ്യും. പുറത്തു വിടുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ആൻസർ? C+O2 ഗീവ് CO2 പ്ലസ് ഹീറ്റ് എന്ത് ചെയ്തു? പുറത്തു വിട്ടു. അപ്പോൾ എക്സാമ്പിൾ C+O2 ഗീവ്സ് CO2. ഇനി വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരെന്ത്? താപം പുറത്തു വിടണമെങ്കിൽ എന്താ നമ്മൾ പറയുക? താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും. ഇപ്പം നമ്മൾ കെമിസ്ട്രിയിൽ 4 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്സ് അതുപോലെ തന്നെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.